തന്നന്നൻ താനന്നൻ തന്നാനെ തന്നെ തന്നന്നൻ താനന്നൻ തന്നാനെ. ഹേ, ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതനായ സന്തോഷ് പണ്ഡിറ്റ് സാറാണ്. ആമുഖം ആവശ്യമില്ലാത്ത ബഹുമുഖ പ്രതിഭ എന്ന് വേണം നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. നമസ്കാരം സർ. നമസ്കാരം. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സ്റ്റാറായ ഒരു ആൾ, അതാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ വിശേഷണം. എങ്ങനെയാണ് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ താങ്കൾക്ക് ഇത്രയേറെ ജനപ്രീതി നേടാൻ സാധിച്ചത്? യഥാർത്ഥത്തിൽ ഈ ചോദ്യം എന്റെ ആരാധകരോടും വിമർശകരോടൊക്കെയാണ് ചോദിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം പുതുമയോടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിലേക്ക് നൽകുമ്പോൾ അത് ആളുകൾക്കതൊരു പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സത്യം. പക്ഷെ അത് തന്നെയാണ് അതിന്റെ ഒരു മൈനസ് ആയിട്ടും വരാം. കാരണം ഇന്നേ വരെ ഉള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പെട്ടെന്നൊരു ഇത് വരുമ്പോൾ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പാടു എന്ന് മുൻകാല ധാരണയുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അറ്റ് ദ സെയിം ടൈം ഇത് ഇങ്ങനെയും ആകാം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ, വളരെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എന്നോട് ചിലർ ചോദിക്കണ്ടേ, സാറ് കണ്ണാടി ഒന്നും നോക്കാറില്ലേ, ഇങ്ങനെ സൗന്ദര്യം കുറഞ്ഞ ആളുകളൊന്നും ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നമ്മളെ നാട്ടില് അങ്ങനെ ഈ സൗന്ദര്യമുള്ളവനെ അഭിനയിക്കാവുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോ ഒരു 100-ൽ 10 ആളുണ്ടാവും നല്ല സൗന്ദര്യമുള്ള ആളുകൾ. ഓക്കെ, അപ്പൊ ഈ നമ്മളുടെ എല്ലാ നടന്മാരും നടിമാരും ഒക്കെ വളരെ സുന്ദരന്മാരും സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളുമാണ്. ഓക്കെ, അപ്പൊ അവരുടെ സിനിമ എന്ന് പറയുമ്പോൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 10% ആളുകളാണ്. നമ്മൾ കാണുന്ന സിനിമ മുഴുവൻ വളരെ അപൂർവം ചില സിനിമ ഒഴിച്ചാലുള്ളൂ. അപ്പൊ ഈ 90% ദാറ്റ് സൗന്ദര്യം കുറഞ്ഞ ആളുകൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ ആരുമില്ല. ഇവരെ വീട്ടിലൊന്നും ഒരു കുടുംബകഥ നടക്കുന്നില്ലേ? സൗന്ദര്യമുള്ളവന്റെ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ സൗന്ദര്യം ഇല്ലാത്തവന്റെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അതാണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് പറയണ്ടേ. ഒരു പുതിയ സംരംഭം, അതായത് ഒരു സംവിധായകൻ ആദ്യമായി ഒരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നായകൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെക്കാൾ നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ ഇതിനൊക്കെ നേരിടാനുള്ളൊരു എക്സ്പീരിയൻസ് അത് താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? എക്സ്പീരിയൻസ് എന്നോ തൊലിക്കെട്ടിന്നോ ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് തൊലിക്കെട്ടി വരുന്നത് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. കാരണം ഞാൻ എന്റെ വിമർശകരുടെ ഭാഷ കടമെടുത്തതാണ്. അവരാണ് പറഞ്ഞത് ഇയാൾക്ക് ഭയങ്കര തൊലിക്കെട്ടിയാണെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഇതിലെ കാര്യം കോൺഫിഡൻസ് ആണ് ഇതിലെ പ്രധാന കാര്യം. എനിക്ക് അതായത് എങ്ങനെ കോൺഫിഡൻസ് വന്നു വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഞാൻ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഡ്രാമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുവിധം സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പരമാവധി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അത് ഒരു ധൈര്യം, ഒരു വശം. പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ജാതകത്തിൽ ലക്ഷ്മി സരസ്വതി രാജകൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, അപ്പോൾ ലക്ഷ്മി സരസ്വതിയുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഇസ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ കലാപരമായിട്ടോ ഞാൻ ചെയ്ത ഒരു കാര്യം ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു വേള കൃഷ്ണന്റെ ആദ്യം പരാജയപ്പെടുകയാണെങ്കിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പരാജയം. കാരണം ഒരു പരാജയം എന്താണെന്ന് ഞാൻ ഇതുവരെ അറിയാത്തൊരു വിദ്യാർത്ഥി. തന്നന്നൻ താനന്നൻ തന്നാനെ തന്നെ തന്നന്നൻ താനന്നൻ തന്നാനെ. ഹേ, അടുത്തൊരു കാര്യം, കൃഷ്ണനും രാധയും മലയാള സിനിമയിൽ ശരിക്കൊരു മാറ്റത്തിന് വഴിതെളിക്കാവുന്ന ഒരു സിനിമയായിരിക്കും. കാരണം 8 ഗാനങ്ങൾ, അതുപോലെ തന്നെ ഡയലോഗുകൾ. അത് മാത്രമല്ല, മലയാളത്തിലെ ആദ്യത്തെ വയലന്റ് ലവ് സ്റ്റോറി എന്നാണ് അതിനെക്കുറിച്ച് താങ്കൾ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഒരു സിനിമയിൽ എന്താണ് താങ്കളൊരു പ്രത്യേകത ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഗാനങ്ങൾ മാത്രമാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുക. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എല്ലാവരും ചെയ്യുന്ന ഒരു കൺവെൻഷണൽ ശൈലിയുണ്ട്. അതായത് അതാണ് ഞാൻ പറഞ്ഞ എന്റെ വിമർശകർ എന്നോട് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളുടെ സിനിമയിലെ പാട്ടിനിടയിൽ ഒരു അടിസീനൊക്കെ കാണുന്നുണ്ടായി, ഇതെന്ത് അടിയാണ് കേട്ടോ, നിങ്ങൾ സിനിമയൊന്നും കാണാറില്ലേ എന്നാണ് എന്റെ വിമർശകർ ചോദിക്കുന്നത്. അടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാല് ഒരു നായകൻ വന്നു കഴിഞ്ഞാൽ ഒരു 50 ആള് നിൽക്കണം, ഒറ്റയടിക്ക് ഈ നായകൻ അവരെ അടിക്കണം. അതാണ് ട്രഡീഷണൽ സ്റ്റൈൽ. അപ്പോഴാണ് ഞങ്ങൾ കൈയടിക്കാൻ പറ്റും. ഇത് നിങ്ങളൊരു നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മരിച്ചു കിടക്കുന്നത്, അപ്പൊ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ ഒരു ടീം വരുന്നു, നിങ്ങൾ അവനെ മട്ടലും തല്ലൊക്കെ എടുത്ത് തല്ലുന്നു, അവൻ കുറെ ഇങ്ങളെയും തല്ലുന്നു, കുറെ നിങ്ങൾ അങ്ങോട്ടും തല്ലുന്നു, ഇതെന്ത് തല്ലുന്നു. അപ്പൊ ഞാൻ അവനോട് എളുപ്പത്തിൽ ചോദിച്ചു, എടാ ഈ ഒരു സിറ്റുവേഷൻ നിന്റെ ജീവിതത്തിലാന്ന് ചോദിച്ചോ, നീ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? കറക്റ്റ് സന്തോഷ് സാർ എന്താണോ ചെയ്തത് അത് എന്റെ ലൈഫിൽ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ, അതാണ് എന്റെ വിജയം. നീ പറഞ്ഞല്ലോ നിന്റെ ജീവിതത്തിൽ ആണെങ്കിൽ നീ ഇങ്ങനെയാണ് അവനെ തല്ലാന്ന് പറഞ്ഞില്ല. കാരണം
നമ്മൾ എക്സ്ട്രാ ഹ്യൂമൻ ബീയിങ്, ഞാൻ അതിനെതിരല്ല. എക്സ്ട്രാ ഹ്യൂമൻ ബീയിങ് ആയിട്ട് സിനിമയാണ്. അവൻ പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ അതിന് സിനിമയായിട്ട് എടുക്കാവും. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമ അങ്ങനെ എടുക്കാവൂ എന്നുള്ള നിയമങ്ങളൊന്നുമില്ല, ഇതിന് റിട്ടേൺ നിയമങ്ങളൊന്നുമില്ല. ഇങ്ങനെയുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറഞ്ഞെടുത്ത് നിങ്ങളെ ലൈഫായിട്ട് നിങ്ങൾക്ക് തോന്നിയത്, അതെന്റെ വിജയമാണ്. അതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നിങ്ങളെ മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ തൊട്ട് ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമ വരെ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ എന്റെ കൃഷ്ണൻ ആദ്യം കാണുകയാണെങ്കിൽ പോലും ഞാൻ പറയുന്നു, ഇതിൽ ഒരു ഡയലോഗ് നിങ്ങൾ ഇന്നേ വരെ ചരിത്രത്തിൽ ഒരു പ്രാവശ്യം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇനിയിപ്പോ അടുത്തൊരു കാര്യം, ആദ്യം തന്നെ ഹിറ്റായത് ഗാനങ്ങളാണ്. ഗാനങ്ങൾ വരുമ്പോൾ ഇന്റർനെറ്റ് സർവേകൾ അനുസരിച്ച് ഏതാണ്ട് 25 ലക്ഷത്തിലധികം ഇന്റർനെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ ന്യൂയോർക്കിന്റെ 25 ലക്ഷത്തിലാണ്. എന്നാൽ ഈ ഗാനങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലില്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ പോലും ഇതുവരെ കാണാത്തൊരു രീതി അല്ലെങ്കിൽ ശൈലിയാണ് അതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. കാരണം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാനങ്ങൾ, അതുപോലെ തന്നെ രാത്രി ശുഭരാത്രി എന്നീ ഗാനങ്ങൾ. അപ്പൊ ഇത്തരം ഒരു ഗാനങ്ങൾ ഒരുക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? അതിന്റെ ഒരു ഏറ്റവും സെറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഫിലിം നിർമ്മിച്ചത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ കടുത്ത സാമ്പത്തിക ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചാൽ പാട്ടൊന്നും വേണ്ട, ശരിക്കും അത് കേൾക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതമുണ്ടോ, ഈ 8 പാട്ടും ഇല്ലാതെ ഞാനൊരു 1.5 മണിക്കൂർ ഫിലിമായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ എന്റെ കൂട്ടുകാരോട് ഞാൻ ഇതിന്റെ സ്റ്റോറി ഞാൻ പലരും ഡിസ്കസ് ചെയ്യും, കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പറ്റുന്ന എങ്ങനെയെന്ന് നോക്കും. അപ്പൊ അവരെന്നോട് പറഞ്ഞ ഒരു സംഗീതജ്ഞന്റെ കഥ, പ്രേമം, വിരഹം, ഇതൊക്കെയാണ് സിനിമേന്റെ സ്റ്റോറി, നല്ല സ്റ്റോറി. എന്നിട്ട് ഇതിൽ എന്തുകൊണ്ടൊരു പാട്ടില്ല, അതെന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ പാട്ടിലേക്ക് കിടക്കുന്നത്. എന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആളെടുത്ത് ചെന്നു, അയാളോട് എനിക്ക് ശരിക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം നിങ്ങളെ ഒരു കുഞ്ഞു പടത്തിൽ ഇത്ര പാട്ടിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ ഇതാക്കി. അപ്പൊ ഞാൻ മാനസികമായി തകർന്നു. പിന്നെ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയേണ്ട ആവശ്യമില്ല, ഞാനങ്ങ് എഴുതിക്കോളും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പൈലെ രാത്രി ശുഭരാത്രി. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു, സാർ പ്രിയേ ഓ പ്രിയേ എന്നാണ് അതിന്റെ തുടക്കം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ആ ലൈനൊന്നും ഞാൻ പറഞ്ഞു, സാർ പ്രിയ എന്നുള്ള വാക്ക് വേണം. കാരണം വെച്ചാൽ അതിന്റെ അടുത്ത സീനിൽ ഈ പെൺകുട്ടി പറയാം, നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് എന്റെ പുറകെ നിന്ന ആള് അവസാനം നിങ്ങൾ എന്നെ പറ്റിച്ചെന്നൊരു വീട് അവർ വരാണ്ട്, നിങ്ങളുടെ പേര് പറഞ്ഞ് നടന്നിട്ട് ആ പാട്ടിൽ പ്രിയ എന്നുള്ള വാക്കില്ലെങ്കിൽ ആ പറയുന്നത് തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കൈയടത്തായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിയുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്മാറാൻ തയ്യാറായില്ല. അല്ല, അപ്പൊ അവിടുന്ന് അപ്പൊ എന്റെ കൂട്ടുകാരനാണ് പറയുന്നത്, നീ അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത്രയൊക്കെ സിറ്റുവേഷൻ അറിയാം, ഇതെല്ലാം അറിയെങ്കിൽ പിന്നെ നിനക്ക് അങ്ങ് എഴുതിക്കൂടെ. അങ്ങനെ ഞാൻ എഴുതിയ സോങ്സ് ആണിത്, മനസ്സിലായില്ലേ. പിന്നെ കുട്ടികളുടെ സോങ്, എന്റെ പെങ്ങളുടെ ഒരു മോളുണ്ട്, ഒരു വർഷ. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, മാമനെ കുട്ടികളൊക്കെ ഇത്രയ്ക്ക് ഇഷ്ടമായിട്ട് എന്തുകൊണ്ടാണ് കുട്ടികളുടെ പാട്ടില്ലായിരുന്നെന്ന്. അങ്ങനെയാണ് ഈ അംഗനവാടിയിലെ ടീച്ചറെ നിർന്നത്. അപ്പൊ പിന്നെ ഗോകുലനാഥനൊക്കെ ഉള്ളക്കാണ്. എനിക്ക് സത്യം പറഞ്ഞ ആ പാട്ട് അത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അത് കട്ട് ചെയ്യണമെന്ന് ആലോചിച്ചു.